ആരൊക്കെ എന്തൊക്കെ എങ്ങനെയൊക്കെ എത്രയൊക്കെ പറഞ്ഞാലും ഇതൊക്കെ കേരളത്തിൽ ഒരാൾക്ക് മാത്രമേ കഴിയൂ. അത് നടൻ സുരേഷ് ഗോപിക്ക് മാത്രമാണ്. ഒരേ സമയം കോൺഗ്രസിന്റെ കൈപ്പത്തിയും CPM-ന്റെ അരിവാളും BJP-യുടെ താമരയും കൂടി കൂട്ടിക്കുഴച്ച് മൃഷ്ടാന്നം സേവിക്കാൻ മറ്റേത് മെഗാസ്റ്റാറിന് സാധിക്കും? ജനിച്ചപ്പോൾ കോൺഗ്രസ്, വളർന്നപ്പോൾ മാർക്സിസ്റ്റ്, വളർച്ച മുറ്റിയപ്പോൾ BJP. അതാണ് സുരേഷ് ഗോപി. ഇന്ദിരാഗാന്ധിയെ സ്വന്തം അമ്മയെപ്പോലെ മരിക്കും വരെയും സ്നേഹിക്കുകയും ആരാധിക്കുകയും ഇന്ദിരാഗാന്ധിയുടെ മരണത്തിൽ ഏതാണ്ട് ഒരു 10-11 ദിവസം ഭക്ഷണം പോലും കഴിക്കാത്ത ഒരു അച്ഛൻ്റെ മകനായിട്ടാണ് ഞാൻ ജീവിച്ചത്. സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷമുള്ള ഭാരതത്തിൻ്റെ വളർച്ചയ്ക്ക് ആരാണ് യഥാർത്ഥ അടിത്തറ പാകിയത് എന്ന് ചോദിച്ചാൽ നമുക്ക് ഇന്ദിരാഗാന്ധിയിൽ കൊണ്ടുചെന്ന് ഭാരതത്തിനെ കെട്ടിയിടാൻ കഴിയും. പക്ഷേ കോളേജിലെത്തിക്കഴിഞ്ഞപ്പോൾ കിട്ടിയ ഒരു സ്വാതന്ത്ര്യമോ ദുസ്വാതന്ത്ര്യമോ അതെന്നെ എത്തിച്ചത് SFIയിലാണ്. SFIയിലെ 7 വർഷത്തെ പ്രവർത്തനം. പക്ഷെ അന്നും അടിയന്തരാവസ്ഥ കാലത്ത് പോലും ഇന്ദിരാഗാന്ധി എന്തെങ്കിലും ആരെങ്കിലും പറയാൻ എൻ്റെ മനസ്സും എൻ്റെ ചോരയും അനുവദിച്ചിട്ടില്ല. ഇതിൽ നിന്നെല്ലാം സ്നേഹമുള്ള വ്യക്തി എന്ന് പറയുന്നതിൽ എന്നെ കൊണ്ടുചെന്ന് കെട്ടിയിടാൻ പറ്റുന്നത് സഖാവ് VS അച്യുതാനന്ദനിലാണ്. നമുക്ക് അദ്ദേഹത്തിന് ശേഷം ആര് എന്ന് ചോദിച്ചാൽ ഒരു പേര് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടും എന്നല്ല ഞാൻ പറയുന്നത്, കണ്ടുപിടിക്കാൻ കഴിയില്ല. പക്ഷേ ഇത് ഒരു ദൈവ നിശ്ചയമാണ് എന്നുകൂടി ഞാൻ വിചാരിക്കുന്നു. കാരണം ഈ ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു പുതിയ ഭരണ സമ്പ്രദായത്തിൻ്റെ സത്യപ്രതിജ്ഞ അത് കാണാനുള്ള ഭാഗ്യം എന്ന് പറയുന്നത് ഏത് അവാർഡിനോട് ഇപ്പോൾ തട്ടിച്ച് നോക്കണമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നത്. അല്ലെങ്കിൽ ഈ സത്യപ്രതിജ്ഞ നടക്കുന്ന സമയം ഞാൻ ഗുരുവായൂർ അമ്പലത്തിൽ മൗനവ്രതം ഒരു ദിവസം മുഴുവൻ അനുഷ്ഠിച്ച് അവിടെ ഇരിക്കാനും പദ്ധതിയുണ്ടായിരുന്നു. ഞാൻ മോദിജിയോട് പറഞ്ഞിരിക്കുന്നത് എൻ്റെ സംസ്ഥാനത്തിനെ കണ്ണഞ്ചിപ്പിക്കുന്ന ഒരു 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 മാജിക് അങ്ങ് സമ്മാനിക്കുകയാണെങ്കിൽ, അതിൻ്റെ ഒരു അംശം നൽകുകയാണെങ്കിൽ ഞാൻ അങ്ങയുടെ അടിമയായിരിക്കും എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഐ വിൽ ബി യുവർ സ്ലേവ്.